അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. KTM എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 2012 ബജാജ് ഇന്ത്യയിലെ KTMനെ ലോഞ്ചാക്കിയതോടെ നമുക്ക് മനസ്സിലായി. അതുവരെ കിങ് ആയിരുന്ന പല ബൈക്കുകളെയും KTM എന്ന ബ്രാൻഡ് വന്നതോടുകൂടി മുട്ടുകുത്തിച്ചു. RD കഴിഞ്ഞാൽ ഇതുപോലുള്ള പവറുള്ള ബൈക്ക് ഇന്ത്യയിൽ ലോഞ്ചായത് കേട്ടിട്ടില്ല. അതിന് പിൻഗാമിയായിട്ടാണ് ഡ്യൂക്ക് എന്ന് പറയുന്ന ബൈക്ക് ഇന്ത്യയിൽ ലോഞ്ചായത്. ഈ രണ്ട് ബൈക്കുകൾക്കും ഇന്ത്യയിൽ മരണസംഖ്യ കൂട്ടാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഇത് ഈ ബൈക്കുകളുടെ പോരായ്മയായിട്ടാണ് കണക്കാക്കുന്നത്. എങ്ങനെയൊക്കെ ഇരിക്കെ ഈ ബൈക്കുകൾക്ക് വിളിപ്പേരുകൾ വരെ ഉണ്ടായി. RD എന്നാൽ റെജിസ്റ്റേർഡ് എന്നും ഡ്യൂക്കിനെ കാലൻ്റെ വാഹനം എന്നൊക്കെ ആയിരുന്നു. ഈ രണ്ട് വണ്ടികൾക്കും പറ്റിയത് ഒരു പ്രശ്നം തന്നെയാണ്, ഓടിക്കാൻ അറിയാത്തതിൻ്റെ കയ്യിൽ ഈ സാധനം കൊണ്ട് കൊടുത്തു എന്നത്. അതെന്തൊക്കെയായാലും KTMൻ്റെ ബൈക്കിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് നോട്ടും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഡിസൈനും പിന്നീട് കൈ കൊടുത്താൽ നമ്മളെ തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന പവറും 2012 തൊട്ട് KTMൻ്റെ ബൈക്ക് സീരീസ് വരുന്ന കിക്കൊന്നും വേറൊരു ബൈക്കുകൾക്കും തരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ KTM തന്നെയാണ്. ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം, ചരിത്രമല്ലേ. അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. കഥയുടെ തുടക്കം എന്ന് പറയുന്നത് 1934 ആസ്ട്രിയയിലൊരു എഞ്ചിനീയറായ ജോഹൻ ട്രങ്കൻപോൾസ് ആണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന് ആദ്യമായി ഉണ്ടായിരുന്നത് ഒരു കാർ വർക്ക്ഷോപ്പ് മാത്രമായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം DKW എന്ന മോട്ടോർ സൈക്കിൾ കമ്പനിയും ഓപ്പൽ കാറുകളും അദ്ദേഹം വിൽക്കാൻ തുടങ്ങി. 1900 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പല യുദ്ധങ്ങളുള്ള കാലഘട്ടമല്ലേ. അങ്ങനെ അദ്ദേഹം ആർമിയിലേക്ക് കയറി. ആ സമയം അദ്ദേഹത്തിൻ്റെ കമ്പനി ലാഭത്തിലായിരുന്നെങ്കിലും യുദ്ധം തീർന്നതോടെ കമ്പനി നഷ്ടത്തിലാകാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം സ്വന്തമായ ഒരു ബൈക്ക് കമ്പനി തുടങ്ങിയാലോ എന്ന ആലോചനയിലേക്ക് പോയി. അങ്ങനെ 1959 R100 എന്ന ബൈക്കിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയും റോട്ടക്സ് എൻജിൻ അതിന് നൽകുകയും ചെയ്തു. പിന്നെ ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെയാണ് എല്ലാ പാർട്സുകളും നിർമ്മിച്ചത്, എൻജിൻ ഒഴികെ. അദ്ദേഹത്തിൻ്റെ കമ്പനി ഉണ്ടായിരുന്ന ജീവനക്കാരെന്ന് പറയുന്നത് വെറും 20 ആയിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1983 R100 എന്ന് പറയുന്ന ബൈക്ക് അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. അപ്പോഴാണ് കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്ററെ കിട്ടുന്നത്. ഒരു ബിസിനസ്സുകാരനായ ഏണസ്റ്റ് കോൺട്രിഫ് എന്ന് പറയുന്ന അദ്ദേഹം കമ്പനിയിലേക്ക് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കമ്പനി ഗ്രോ ആകാൻ തുടങ്ങി. അതുവരെയും രജിസ്റ്റർ ചെയ്യാതിരുന്ന കമ്പനി അദ്ദേഹം അതോടെ രജിസ്റ്റർ ചെയ്തു. കോൺട്രിഫ് ട്രങ്കൻപോൾസ് മാറ്റിഗോഫൻ എന്ന പേരിൽ, അതായത് നമ്മുടെ KTM എന്ന രൂപകൽപ്പന അന്നാണ് നിർമ്മിച്ചത്. പിന്നീട് ഇവരുടെ പാർട്ട്ണർഷിപ്പിൽ ഇവർ പുതിയ ബൈക്കുകൾ രൂപീകരിച്ചു. അതിലൊന്നാണ് R125 എന്ന ടൂറിസ്റ്റർ. പക്ഷേ KTMന് ബൈക്കുകൾ മാത്രമല്ലായിരുന്നു, സ്കൂട്ടറുകളും മോപ്പഡുകളും ബൈസൈക്കിൾസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് 1955 അങ്ങനെ നാഷണൽ റേസുകളിൽ KTM എന്ന ബൈക്കുകൾ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ 1957 ആയപ്പോഴത്തേനും KTMൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി സ്പോർട്സ് ബൈക്കൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. KTM 125 ട്രോഫി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബൈസൈക്കിളിൻ്റെ നിർമ്മാണവും കൂടെ ഉണ്ടായിരുന്നു KTMന്. പക്ഷേ ഇതൊന്നും വളരെ കാലം നീണ്ടു നിന്നില്ല. 1960 ആയപ്പോഴത്തേനും KTMൻ്റെ ഇൻവെസ്റ്ററായ ഏണസ്റ്റ് കോൺട്രിഫ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ പുറകെ 1962 ആയപ്പോഴത്തേനും ട്രങ്കൻപോൾസും മരിച്ചു. ഇതോടെ കമ്പനി ഏകദേശം തകരാറായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കമ്പനിയുടെ ചുമതല. ഇത് കമ്പനിയുടെ തകർച്ചയിൽ നിന്ന് അത് ഉയർച്ചയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. 20 ജോലിക്കാരിൽ നിന്ന് 400 ജോലിക്കാരിലേക്ക് അദ്ദേഹം കടത്തി. ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം KTMന് സ്വന്തമായി 40 മോഡലുകളോളം ഉണ്ടായിരുന്നു. 70-80 കാലഘട്ടങ്ങളിൽ മോട്ടോർ സൈക്കിളും റേഡിയേറ്ററുകളും നിർമ്മിക്കാൻ തുടങ്ങി KTM. അത് യൂറോപ്പിലേക്ക് കടത്തുകയും ചെയ്തു. ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങളുണ്ടായിരുന്നു. കമ്പനിക്കുണ്ടായ നഷ്ടത്തെ തുടർന്ന് അവരെ ലോൺ എടുത്ത കമ്പനി തന്നെ 1991 KTMനെ അവർ ഏറ്റെടുത്തു. പിന്നീട് KTMനെ 4 തരത്തിൽ അവർ തിരിച്ചു: മോട്ടോർ സൈക്കിൾ ഡിവിഷൻ, ബൈസൈക്കിൾ ഡിവിഷൻ, റേഡിയേറ്റർ ഡിവിഷൻ, ടൂൾസ് ഡിവിഷൻ എന്നൊക്കെ. പിന്നീട് മോട്ടോർ സൈക്കിൾ ഡിവിഷനിൽ നിന്നാണ് ഡ്യൂക്ക് സീരീസിൽ ബൈക്കുകൾ ഇറങ്ങിയത് 1994. KTMൻ്റെ ഡെവലപ്പിൻ്റെ ഭാഗമായി KTM സൂപ്പർ മോട്ടോയും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ 2007 ബജാജ് എന്ന കമ്പനി KTMനെ ഏറ്റെടുക്കുന്നത്. അതോടെ 14% ഓഹരിയും
ബജാജിന് സ്വന്തമായിരുന്നു. ഇത് 2013 ആയപ്പോഴത്തേനും 47% ഓഹരിയും ബജാജ് സ്വന്തമാക്കി. ഇപ്പോൾ ഹസ്ക്വർണ മോട്ടോർ സൈക്കിൾസും KTMന് കീഴിലാണ് വരുന്നത്. ഹസ്ക്വർണയെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.